Hi all, I'm Rishana Aziz. Welcome to Max Tutorial. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ബൈനറി ഓപ്പറേഷൻസ് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബൈനറി ഓപ്പറേഷൻസ്. ബൈനറി എന്ന് പറഞ്ഞാൽ 2 ആണ് നമുക്കറിയാം. ഓപ്പറേഷൻസ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഴയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് ഓപ്പറേഷൻസ്. അതായത് പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, മാക്സിമ, മിനിമ, ഇങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പം 2 എലമെൻറ്റ് ഉപയോഗിച്ച് ഓപ്പറേഷൻ നടക്കുന്നതിനാണ് നമ്മൾ ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരുപാട് ഓപ്പറേഷൻസ് ഇല്ലേ. അപ്പോൾ നമ്മൾ ബൈനറി ഓപ്പറേഷൻ്റെ ജനറലായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റാർ എന്നാണ്. ബൈനറി ഓപ്പറേഷൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റാർ. ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് എ ഇസ് എ ഫംഗ്ഷൻ. ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് എ ഇസ് എ ഫംഗ്ഷൻ സ്റ്റാർ എ ക്രോസ് എ ടു എ. ബൈനറി ഓപ്പറേഷനായ സ്റ്റാർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സെറ്റ് എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കാണ് നമ്മൾ അതിനെ മാപ്പ് ചെയ്യുക. നമ്മളിവിടെ പറഞ്ഞു 2 എലമെൻ്റ് ആണ് ബൈനറി ഓപ്പറേഷൻസിനെ എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 എലമെൻറ്റ് കൺസിഡർ ചെയ്യാം. എ ബി, ബൈനറി ഓപ്പറേഷൻ എ ബി. നമ്മളിതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഓർ എ സ്റ്റാർ ബി എന്നും ഡിനോട്ട് ചെയ്യാം. ബൈനറി ഓപ്പറേഷൻസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് ആ പ്രോപ്പർട്ടി ഓരോന്നായിട്ട് എഴുതിയെടുക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി, സ്റ്റാർ ഈസ് ക്ലോസ്ഡ്. ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. നമ്മളതിനെ സ്റ്റാർ ഈസ് ക്ലോസ്ഡ് എന്ന് പറയും. പ്രോപ്പർട്ടി എന്താണ് പറയുന്നത് വെച്ചാൽ, സപ്പോസ് നമ്മൾ ഇവിടെ ഒരു സെറ്റ് കൺസിഡർ ചെയ്യാം, സെറ്റ് ഓഫ് n, ദറ്റ് ഈസ് നാച്ചുറൽ നമ്പർ 1 2 3 എക്സെട്ര ഇങ്ങനെ പോകും. ഇതിൽ നമ്മൾ 2 എലമെൻ്റാണ് നമുക്ക് ബൈനറി ഓപ്പറേഷൻ നമുക്ക് വേണ്ടത്. 2 കൺസിഡർ ചെയ്യാം ആൻഡ് 3 ഓൾസോ കൺസിഡർ ചെയ്യാം. രണ്ടും നാച്ചുറൽ നമ്പറിൽ ബിലോങ്സ്. ദെൻ ഇവിടെ നമ്മൾ എടുക്കുന്ന ഓപ്പറേഷൻ പ്ലസ് ആണെങ്കിൽ, സ്റ്റാർ നമ്മൾ പ്ലസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ദറ്റ് ഈസ് 2 + 3 = 5. ഇറ്റ്സ് ഓൾസോ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. ഇതാണ് ക്ലോഷർ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നത്. 2 എലമെൻറ്റ് ഇതിൽ ഒരു സെറ്റിലുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന റിസൾട്ടും ആ സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം. ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇഫ് എ belongs to n, b belongs to n, then a star b also belongs to n. ഇതാണ് ക്ലോഷർ പ്രോപ്പർട്ടി അഥവാ സ്റ്റാർ ഈസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമ്മളെല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദറ്റ് ഈസ് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. അടുത്ത പ്രോപ്പർട്ടിയാണ് സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. If A star B star C equal to A star B star C, ഇത് ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് പറയാം സ്റ്റാർ ഈസ് അസോസിയേറ്റീവ് എന്ന് പറയാം. അടുത്ത പ്രോപ്പർട്ടിയാണ് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഈ പ്രോപ്പർട്ടി എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ, നമുക്കറിയാം അഡിറ്റീവ് ഐഡൻറ്റിറ്റിയെ പറ്റി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അഡിറ്റീവ് ഐഡൻറ്റിറ്റി നമ്മൾ അഡീഷണൽ കേസിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 0 ആണ്. കാരണം 0യുടെ കൂടെ ഏത് നമ്പർ ആയിട്ട് നമുക്ക് അതേ നമ്പർ കിട്ടും. 0 + 5 = 5, 0 + 3 3, 0 - -2 = -2. ഓക്കെ, അതേപോലെ ബൈനറി ഓപ്പറേഷൻസിലും ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സപ്പോസ് ഇ ഈസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് വിച്ച് മസ്റ്റ് ബിലോങ്സ് ടു എ, ദ സെറ്റ് എ. അതാണ് നമ്മുടെ സെറ്റ് എ വെൻ എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈസ് ഈക്വൽ ടു എ. ഇതാണ് കണ്ടീഷൻ. അഡിറ്റീവ് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റിൽ വെൻ എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈസ് ഈക്വൽ ടു എ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇ ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇനി നമുക്ക് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എന്ന് പറയാം. നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സിനെ പറ്റി പഠിച്ചതാണ്. നമുക്കറിയാം അഡിറ്റീവ് ഇൻവേഴ്സിൽ എന്ന് പറഞ്ഞാൽ 5ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരുന്നു? -5. when 5 and -5 together gives 0. അതേപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമ്മൾ പഠിച്ചതാണ്. ദറ്റ് ഈസ് 5 × 1/5 ഈസ് ഈക്വൽ ടു 1. അതേപോലെ ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഒരു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞൊരു എ ഇൻവേഴ്സ് ആണ് എയുടെ ഇൻവേഴ്സ്. ഇത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എപ്പം ദ കണ്ടീഷൻ ഈസ് A star A inverse equal to E. This is the condition which is equal to A inverse star A. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വേറെ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ടാവും. സപ്പോസ്
എ എന്ന് ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ. ബി ഈക്വൽ ടു എ ഇൻവേഴ്സ്, ദെൻ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ഈസ് ഈക്വൽ ടു ഇ. ഇത് ഡെഫിനിഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ പോർഷൻസിൽ നിന്ന് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് മാർച്ച് 2014 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ ദ സെറ്റ് ക്യൂ ഓഫ് റാഷണൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 3. ചെക്ക് വെദർ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് എന്താണ്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞത് സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ് ആണോ നമ്മളോട് ചെക്ക് ചെയ്യാനാണ് നമ്മളടുത്ത് പറഞ്ഞത്. ഇവിടെ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ ബി ബൈ 3 ആണ്. ബി സ്റ്റാർ എ ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 3, then ബി സ്റ്റാർ എ വിൽ ബി ബി എ ബൈ 3. Here a star b is equal to b star a. ab by 3 ba by 3 സെയിം അല്ലേ? സോ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി നമുക്ക് സ്റ്റാർ അസോസിയേറ്റീവ് ആണോ അല്ലേന്ന് നോക്കാം. അസോസിയേറ്റീവ് ആണോ അല്ലേന്ന് നോക്കാൻ നമുക്ക് എ സ്റ്റാർ ബി സ്റ്റാർ സി കാണാം ആദ്യം. ഓക്കെ, എ സ്റ്റാർ ബി സ്റ്റാർ സി. എ സ്റ്റാർ ബി സ്റ്റാർ സി എന്താണ്? ബി സി ബൈ 3 ആണ്. കാരണം നമുക്കറിയാം എ സ്റ്റാർ ബി എ ബി ബൈ 3 ആണ്. സോ ബി സ്റ്റാർ സി വിൽ ബി എ സ്റ്റാർ ബി സി ബൈ 3 ആയിരിക്കും. എ സ്റ്റാർ ബി സി ബൈ 3 വിൽ ബി എ ബി സി ബൈ 3 ഡിവൈഡഡ് ബൈ 3 അല്ലേ? കാരണം എ ഇൻറ്റു ബി ഫസ്റ്റ്, ഇവിടെ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു സെക്കൻഡ് എലമെൻറ്റ് ഡിവൈഡഡ് ബൈ 3 ആണ് ഓപ്പറേഷൻ. ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു സെക്കൻഡ് എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു സെക്കൻഡ് എലമെൻറ്റ് എന്താണ്? ബി സി ബൈ 3 ആണ്. ഡിവൈഡഡ് ബൈ 3, ദെൻ ഡിവൈഡഡ് ബൈ 3 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എ ബി സി ഡിവൈഡഡ് ബൈ 9. കാണുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ, ദെൻ ഇനി എന്താണ് നമുക്ക് കാണിക്കേണ്ടത്? എ സ്റ്റാർ ബി സ്റ്റാർ സി കാണാം. എ സ്റ്റാർ ബി എന്താണ്? എ ബി ബൈ 3 ആണ്. സ്റ്റാർ സി ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു സെക്കൻഡ് എലമെൻറ്റ് ഡിവൈഡഡ് ബൈ 3 ആണ്. ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്? എ ബി ബൈ 3 ഇൻറ്റു സി ഹോൾ ഡിവൈഡഡ് ബൈ 3 വിച്ച് വിൽ ബി ഈക്വൽ ടു എ ബി സി ഡിവൈഡഡ് ബൈ 9. ഇവിടെ എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. Therefore, star is associative. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. Let star be a binary operation on the set n defined by a star b equal to HCF of a and b. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് പറഞ്ഞത്? ഫംഗ്ഷൻ ദാറ്റ് ഈസ് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു HCF ഓഫ് എ ആൻഡ് ബി എന്നാണ് നമ്മുടെ അടുത്ത് തന്നിരിക്കുന്നത്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ സ്റ്റാർ അസോസിയേറ്റീവ് ആണോ എന്നാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറയുന്നത്. സോ നമുക്കിത് കമ്മ്യൂട്ടേറ്റീവ് ആണല്ലോ ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി എന്നാണ് തന്നിരിക്കുന്നത് HCF ഓഫ് എ ആൻഡ് ബി, ദെൻ ബി സ്റ്റാർ എ ഈസ് ഈക്വൽ ടു HCF ഓഫ് A star by HCF of A and B ആണ്. So B star A will be HCF of B and A, first element and second element. So HCF of A and B യും HCF of B and A യും same ആണ്. So that we can conclude that A star B is equal to B star A. Thus star is commutative. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് അസോസിയേറ്റീവ് ആണ് നമുക്ക് പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എ സ്റ്റാർ ബി സ്റ്റാർ സി ആദ്യം കാണാം. ദാറ്റ് ഈസ് എ സ്റ്റാർ ബി സ്റ്റാർ സി. എ സ്റ്റാർ ബി എന്താണ്? HCF ഓഫ് എ ആൻഡ് ബി ആണ്. ദാറ്റ് വിൽ HCF ഓഫ് എ ആൻഡ് ബി. ഇനി നമുക്ക് സ്റ്റാർ സി ഉണ്ട്. HCF ഓഫ് എ ആൻഡ് ബി സ്റ്റാർ സി ആണെങ്കിൽ എന്ത് വരും?
star C, which will be equal to HCF of first element, then second element, that is A, B and C. Okay, ഇനി നമുക്ക് അടുത്തത് നോക്കാം. A star B star C നോക്കാം. That will be A star into HCF of B and C, which will be then A star is HCF of B and C will be HCF of first element, second element and third element. Since A star B star C equal to A star B star C, therefore star is associative. Okay, ഇനി നമുക്ക് തേർഡ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ Q plus defined by A star B equal to AB by 6. A star B എന്താണ്? AB by 6 ആണ്. Find the inverse of 9 with respect to star. അപ്പോൾ നമുക്ക് കാണേണ്ടത് 9ൻ്റെ ഇൻവേഴ്സ് ആണ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർ. ഇത് മാർച്ച് 2012 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. മാർച്ച് 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. അപ്പം നമുക്കിവിടെ ആൻസർ ചെയ്യാൻ നോക്കാം. നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? A star B ആണ് തന്നത്. നമുക്ക് കാണേണ്ടത് 9ൻ്റെ ഇൻവേഴ്സും ആണ്. നമുക്കറിയാം E is the identity element. ഇൻവേഴ്സ് കാണണമെങ്കിൽ നമുക്കറിയാം A star, if B is the inverse of A, B is the inverse of A, then A star B equal to B star A is equal to E. So നമുക്ക് ആദ്യം ഇവിടെ E കണ്ടുപിടിക്കാം. That is E is the identity. If E is the identity element, then A star E will be equal to A, which is equal to A star E equal to A ആണെന്ന് നമുക്കറിയാം. So that will then if E is the identity element, A star E A which is equal to AB by 6, that will be equal to AE by 6, right? So A is equal to AE by 6, A cancel ആകും. So E equal to 6 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇൻവേഴ്സ് കാണാൻ എളുപ്പമല്ലേ? If B is the inverse of 9, നമ്മൾ കൺസിഡർ ചെയ്യാം. If B is the inverse of 9, then 9 inverse 9ഉം അതിൻ്റെ ഇൻവേഴ്സും കൂടിയാൽ നമുക്ക് എന്ത് കിട്ടണം? ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. എന്നാലാണ് നമ്മൾ അതിന് ഇൻവേഴ്സ് എന്ന് പറയാം. ദറ്റ് ഈസ് 9 star B must be equal to E. 9 star B, A star B AB by 6 ആണ്. ദറ്റ് ഈസ് 9 star B will be 9B by 6 is equal to E എത്രയാണ്? 6 ആണ്. ദറ്റ് ഈസ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. 9B equal to 36, B is equal to 36 by 9, 4. Then the inverse of, okay, inverse of 9 with respect to star is 4. This is the answer. Fourth question ഇതാണ്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജൂൺ 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. Let star R cross R to R is given by A star B equal to 3A square minus B. Find the value of 2 star 3. Is star commutative? This is the question. നമുക്കിവിടെ തന്നിരിക്കുന്നത് A star B is equal to 3A square minus B എന്നാണ്. നമ്മളടുത്ത് കാണാൻ പറഞ്ഞത് എന്താണ്? 2 star 3 ആണ്. സോ നമുക്കിവിടെ ഈസി ആയിട്ട് കാണാം. 3 ഇൻറ്റു എക്ക് റീപ്ലേസ് ചെയ്ത് നമ്മൾ 2 കൊടുക്കും. ബിക്ക് പകരം നമ്മൾ 3 കൊടുക്കും. ദാറ്റ് ഈസ് 3 ഇൻറ്റു 2 സ്ക്വയർ എത്രയാണ്? 2 square 4 ആണ്. 4 into 3 12. 12 minus 3 will be 9, right? Then is star commutative എന്നാണ് ചോദിച്ചത്. A star B equal to 3A square minus B. Then we can find B star A. B star A will be 3B square. In the place of A we can replace B. That is 3B square minus A is not equal to 3A square minus B. So not commutative. സോ നമ്മൾ ഇന്ന് ബൈനറി ഓപ്പറേഷൻസ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അത് വെച്ചിട്ട് ഈ സെക്ഷനിൽ വരാവുന്ന പ്രോബ്ലംസ് ഒക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ക്ലാസ് എല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കേട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.